വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? അവർ ചെയ്ത അതേ രീതിയിൽ തിരിച്ചടിക്കാൻ തോന്നിയിട്ടുണ്ടോ? ചിന്തകളിലും മനസ്സിലും അതുമാത്രം കൊണ്ട് നടന്നിട്ടുണ്ടോ? എന്നാലൊന്ന് ഓർത്തു നോക്കൂ. ഒരിക്കലൊരാൾ നിങ്ങളോട് ചെയ്ത ഒരു തെറ്റ് മനസ്സിൽ കൊണ്ട് നടന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വേദനിപ്പിക്കുകയല്ലേ? നമുക്ക് പുതിയൊരു പാത സ്വീകരിക്കാം. പ്രതികാരത്തിൻ്റെ അല്ല, ഗ്രോത്തിൻ്റെ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ. ടേൺ യുവർ പെയിൻ ഇൻ ടു ഫ്യൂൽ, നോട്ട് ഫോർ റിറ്റാലിയേഷൻ ബട്ട് ഫോർ ട്രാൻസ്ഫോർമേഷൻ. ഏറ്റവും മികച്ച പ്രതികാരം എനിക്ക് എത്ര നന്നായി നിങ്ങളെ തിരിച്ച് വിഷമിപ്പിക്കാൻ കഴിയും എന്നതിലല്ല, മറിച്ച് അവർ വിചാരിച്ച രീതിയിൽ ഇനി ഒരിക്കലും അവർക്ക് നിങ്ങളെ വിഷമിപ്പിക്കാനുള്ള ക്ഷമതയില്ലെന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. അവർ നിങ്ങളോട് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആയില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ വീക്ക്നെസ് ആയിട്ട് വരെ തെറ്റിദ്ധരിക്കപ്പെടാം. മൂവിങ് ഓൺ ഈസ് ആൻ ആക്ട് ഓഫ് സ്ട്രെങ്ത്. മറ്റൊരാളെ ചുറ്റിപ്പറ്റിയല്ല നിങ്ങളുടെ ജീവിതം ചലിക്കുന്നതെന്ന് യഥാർത്ഥ ബോധമാണ് മൂവിങ് ഓൺ. ധീരത എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ മുറിവിലേക്ക് നോക്കിയിട്ടും അതിൻ്റെ വേദന അറിഞ്ഞിട്ടും ആ വേദന മറ്റൊരാൾക്ക് നൽകുന്നതെന്ന് തീരുമാനിക്കുന്നതാണ്. നിങ്ങൾ വീഴുന്നത് കാണാൻ ആഗ്രഹിച്ചവർക്ക് മുന്നിൽ തല ഉയർത്തി നിന്ന് ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത് മുന്നേറുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ വേദനിക്കുന്നത്, പിടയുന്നത്. അതാണ് യഥാർത്ഥ പ്രതികാരം. ആഴത്തിലുള്ള മുറിവിനേക്കാൾ ശക്തിയായി മനസ്സിനെ മുറിപ്പെടുത്തുന്ന ശക്തമായ പ്രതികാരം. The real power lies not in striking back, but rising above.